ദൈവത്തിന്റെ മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്നത്തെ ധ്യാനത്തിന് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ചില പാപ സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുവന്നാലും മനസ്സ് അവിടെ തന്നെ ആയിരിക്കുന്ന അവസ്ഥ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ പാപ സാഹചര്യത്തിൽ നിന്ന് വിട്ടുവന്ന നമ്മുടെ മനസ്സും കൂടെ ആ പാപത്തിൻ്റെതായ സ്വാധീന വലയത്തിൽ നിന്ന് വിട്ടുവന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ശരിയായിട്ടുള്ള ഒരു ദൈവീക അനുഭവം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇളയപുത്രന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. പന്നികളുടെ ഇടയിൽ നിന്ന് അവൻ എഴുന്നേൽക്കുമ്പോൾ സുബോധത്തോടുകൂടെ എഴുന്നേൽക്കുന്നു, അപ്പനെ കുറിച്ച് ഓർക്കുന്നു, മടങ്ങി വരുന്നു. അവൻ പൂർണ്ണമായി അപ്പനിലേക്ക് മടങ്ങി വരുന്നു. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്നത് പാപ സാഹചര്യം വിട്ടു വന്നിട്ട് മനസ്സുകൊണ്ട് കഴിഞ്ഞ കാലത്തിന്റെ പാപത്തിന്റെ സ്വാദിനെ, ജഡത്തിന് ലഭിച്ച ആനന്ദങ്ങളെ, സുഖങ്ങളെ വീണ്ടും മനസ്സിലിട്ട് ലാളിക്കുന്ന, താലോലിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ശരിയായി ദേഹം ദേഹിയ ആത്മാവിന്റെ പൂർണ്ണമായ ഒരു രൂപാന്തരമാണ് സർവശക്തനായ ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത്. അതിനുതകുന്ന 3 അനുഭവങ്ങൾ നമുക്ക് ദൈവാശ്രയത്തോടെ ചിന്തിക്കാം. മനസ്സ് പുതുക്കി തന്നെ രൂപാന്തരപ്പെടുവാൻ ഈ ചിന്തകൾ ദൈവത്തിലൂടെ നമുക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1, സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലൂടെ ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. പഴയ സ്വാദും ഓർമ്മയും നമ്മെ പാപത്തിലേക്ക് തന്നെ തള്ളിയിടും. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. സംഖ്യാപുസ്തകം 11 അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞും കൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രൈമിൽ വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് പുതിയൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുമ്പോൾ വഴിയിൽ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് മന്ന കൊടുക്കുന്നുണ്ട്. അതിൽ തൃപ്തിപ്പെടുവാൻ കഴിയാത്ത ഇസ്രായേൽ ജനം അവിടെ ഇറച്ചിക്കു വേണ്ടി ദൈവത്തോട് പിറുപിറുക്കും. കഴിഞ്ഞ കാലം അവർ ആയിരുന്ന അടിമത്വ ജീവിത സാഹചര്യത്തിൽ ലഭിച്ച മത്സ്യത്തെക്കുറിച്ചും വെള്ളരിക്കയെക്കുറിച്ചും മത്തങ്ങയെക്കുറിച്ചും ഉള്ളിയെക്കുറിച്ചും ഒക്കെ അവർ ഓർത്തിട്ട് പിറുപിറുക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, ജീവിത സാഹചര്യത്തിലേക്ക് കടന്നു വരികയാണ്. ഇസ്രായേൽ മക്കൾക്ക് ഇപ്പോൾ ഉണ്ടായ ഇതേ കരച്ചിൽ പോലെ നാമും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കരയാറും. ചില പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറി വന്നിട്ട് നാം ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് വീണ്ടും പഴയ കാര്യങ്ങളിൽ നമുക്ക് ലഭിച്ച ചില ശാരീരികമായ നേട്ടങ്ങളെയോ സുഖങ്ങളെയോ ഒക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ പിറുപിറുക്കുന്ന, മനസ്സിൽ അതിനെ ഓർത്തിരിക്കുന്ന അനുഭവം. ശരീരം കൊണ്ട് അവിടം വിട്ടുവന്നുവെങ്കിലും മനസ്സിപ്പോഴും പഴയതിൽ തന്നെ കിടക്കുന്ന അനുഭവം. പ്രിയമുള്ളവരെ, മുന്നോട്ട് സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയാതെ പോകും. പൂർണ്ണമായ ഒരു മടങ്ങി വരവ് സാധ്യമാകാതെ പോകും. അത് നമ്മെ ആത്മീയ അധംപതനത്തിലേക്ക്, അപകടത്തിലേക്ക് കൊണ്ടുതള്ളും. അതുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ശരീരം മാത്രമല്ല, മനസ്സും പാപത്തിൽ നിന്ന് വിട്ട് ദൈവത്തിലേക്ക് അടുത്തു വരണം. 2, മനസ്സ് പുതുക്കണം. അതായത് പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കാതെ മനസ്സ് പുതുക്കുവാൻ റോമർക്ക് എഴുതിയ ലേഖനം 12 2-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നു. നല്ലത് എന്തെന്ന് തിരിച്ചറിയുവാൻ, ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിയുവാൻ, നന്മയായുള്ളതും ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിതം നയിക്കുവാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് തിരിച്ചറിയുവാൻ മനസ്സിനെ പുതുക്കണം.
മനസ്സിലുള്ള ലോകത്തിന്റെ ചിന്തകളെയും അനുഭവങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കി അവിടെ ദൈവീകമായതിനെ, വചനത്തെ നിറച്ച് അവിടെ കാലിയാക്കി ഇടാതെ ഫുൾഫിൽ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ്, അതായത് പാപ സാഹചര്യത്തിൽ നാം വിട്ടുവന്നു എങ്കിലും വചനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാതെ അവിടെ ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ് പഴയ പാപത്തിന്റെ ചിന്തകളും ലോകത്തിന്റെ ചിന്തകളും നമ്മുടെ ഹൃദയത്തിലേക്ക് ആവേശിക്കുന്നത്. അതിനവസരം കൊടുക്കരുത്. മനസ്സ് പുതുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. 3, ചിന്തകളെ നാം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്: ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിക്കായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. ദൈവികമായ സ്വർഗീയമായ അനുഭവങ്ങളിലേക്ക് നമ്മെ വഴി നടത്തുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കണം. ശരീരം പാപത്തിൽ നിന്ന് അകലെ സുരക്ഷിതമാണ് എങ്കിലും പഴയ പാപത്തിലേക്ക് മനസ്സ് മടങ്ങാതെ നമ്മുടെ ചിന്തകളെ നാം നിയന്ത്രിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു. അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയണം. ദൈവീക കാര്യങ്ങളിലേക്കും വചനത്തിലേക്കും പ്രാർത്ഥനയിലേക്കും നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കണം. അത് വലിയൊരു പരിശീലനമാക്കി നാം തീർക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് പരിശീലിക്കണം. ഒരുപക്ഷെ 1-ാമത്തെ ശ്രമത്തിൽ തന്നെ വിജയിക്കണമെന്നില്ല. 2-ാമത്തെ ശ്രമം, 3-ാമത്തെ ശ്രമം, ഇങ്ങനെ ഓരോ തവണയും ശ്രമിച്ച് ഒരു കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുവാൻ പഠിക്കുന്നത് പോലെ നാം ഇത് ജീവിതശീലമാക്കി തീർക്കണം. നാം ദൈവത്തോട് അടുത്തു വരുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെ നമുക്ക് പൂർണ്ണമായി ദൈവ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. നമ്മുടെ ശരീരം മാത്രം ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് മനസ്സ് പഴയ പാപ ചെളിക്കുഴിയിൽ കിടക്കുന്നത് ജീവിതത്തെ ദുരന്തത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് പൂർണ്ണമായി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. കാരുണ്യവാനായ കർത്താവെ, അങ്ങയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിനയപ്പെടുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് വിട്ടു വന്നു എങ്കിൽ പോലും ഞങ്ങളുടെ ചിന്തകളിൽ, മനസ്സിൽ ആ പഴയ പാപത്തിന്റെ രുചിയും സ്വാദും ഞങ്ങളെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കുന്നു. പഴയതിലേക്ക് വീണ്ടും മതം പതിക്കാതെ പൂർണ്ണമായി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടുന്നതിന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ അങ്ങയുടെ വചനം കൊണ്ട് നിറയ്ക്കണമേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, അങ്ങയുടെ ആത്മാവിനെ പകർന്ന് നിറയ്ക്കണമേ. ഞങ്ങളെപ്പോഴും സ്തുതി സ്തോത്രങ്ങളിൽ ജാഗരിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തക്കവണ്ണം തന്നെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങനെ അങ്ങയുടെ മക്കളായി പൂർണ്ണമായി അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായി ജീവിപ്പാൻ സഹായിക്കണമേ. ആമേൻ.